നമ്മൾ ഇനി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയുടെ അതിൻ്റെ വിധി വന്നിരിക്കുന്നു, വിധി പ്രസ്താവം വന്നിരിക്കുന്നു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലയിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി. 31-കാരിയായ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലാണ് കൊൽക്കത്ത സിയാൽദ കോടതിയുടെ വിധി എത്തിയത്. തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുക. വിശ്വാസം കാത്തതിന് കോടതിക്ക് നന്ദി എന്നായിരുന്നു ഡോക്ടറുടെ കുടുംബത്തിന്റെ ആദ്യ പ്രതികരണം. വിധിക്ക് പിന്നാലെ വനിതാ ഡോക്ടറുടെ പിതാവ് കോടതിയിൽ കുഴഞ്ഞു വീണു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഗുഡ് ഈവനിങ്. പക്ഷേ നമ്മളത്ര സന്തോഷമുള്ള വാർത്തയല്ല. നമുക്കറിയാം, ഓഗസ്റ്റ് മാസം തുടങ്ങി രാജ്യം മുഴുവൻ പ്രതിഷേധത്തിലായിരുന്നു. ധാർമ്മിക രോഷം, അതോടൊപ്പം തന്നെ വല്ലാത്തൊരു വേദനയും. അങ്ങനെ രാജ്യത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഒരു കേസാണ്. ആ കേസിൻ്റെ വിധിയാണ് വന്നിരിക്കുന്നത്. ശിക്ഷാവിധി തിങ്കളാഴ്ചയാണെങ്കിൽ പോലും ഇന്നിപ്പോൾ ഈ വന്ന കുറ്റക്കാരനാണ് പ്രതി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിരപരാധിയാണെന്ന്. കുറ്റക്കാരനെന്ന് കൃത്യമായ തെളിവുകളോടെ വിധിച്ചിരുന്നു കോടതി, അല്ലെ? വിധിച്ചിരിക്കുന്നു. തീർച്ചയായും സ്മിത, രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു കേസാണ് കൊൽക്കത്തയിൽ നടന്ന ബലാത്സംഗ കൊലപാതക കേസ്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടർ നേരിട്ടത്. ജോലിക്കിടെ തന്നെ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന്റെ 3-ാം നിലയിലെ സെമിനാർ ഹാളിൽ വെച്ച് ക്രൂര ബലാത്സംഗത്തിനിരയായാണ് ഓഗസ്റ്റ് 9-ന് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്നത്. തുടർന്ന് രാജ്യം മുഴുവൻ ഈ പ്രതിഷേധ ജ്വാല പടരുകയായിരുന്നു. ഒടുവിലാണ് ഈ കേസിൽ ഇപ്പോൾ സിയാൽദയിലെ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി അനിർബാൻ ദാസ് വിധി പറഞ്ഞിരിക്കുന്നത്. പ്രതിയായ സഞ്ജയ് റോയ് കുറ്റക്കാരൻ എന്നാണ് കോടതി വിധി എഴുതിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിത 103(1), 64, 66 എന്നീ വകുപ്പുകൾ, അതായത് ഇയാൾ ബലാത്സംഗവും കൊലപാതകവും ചെയ്തിട്ടുണ്ട് എന്ന് കോടതി വിധി എഴുതിയിരിക്കുകയാണ്. ഇയാൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ചയായിരിക്കും കോടതി വിധിക്കുക. എന്നാൽ താൻ കുറ്റക്കാരനല്ല എന്ന കാര്യം ഈ കോടതിയിലും സഞ്ജയ് റോയ് ആവർത്തിച്ചു എന്നുള്ളതാണ്. താൻ യാതൊരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല എന്നും തന്റെ മേലുള്ള കുറ്റങ്ങൾ ചാർത്തപ്പെട്ടതാണ്, യഥാർത്ഥ പ്രതി ഇപ്പോഴും സ്വതന്ത്രനാണ് എന്നാണ് ഇയാൾ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ ഇയാളുടെയും ഒപ്പം തന്നെ വാദിഭാഗത്തിന്റെയും വാദം തിങ്കളാഴ്ച 12:30 കേൾക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കോടതി വിധിയോട് വിശ്വാസം കാത്തതിന് നന്ദി എന്ന പ്രതികരണമാണ് ഈ കൊല്ലപ്പെട്ട റെസിഡന്റ് ഡോക്ടറുടെ പിതാവ് നടത്തിയത്. ഈ കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇദ്ദേഹം കോടതിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കോടതി വിധിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിൽ വിധി എത്തിയിരിക്കുന്നു. വിധി പ്രസ്താവത്തിനിടെ പെൺകുട്ടി ജൂനിയർ ഡോക്ടർ കൊല ചെയ്യപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ പിതാവ് കോടതിയിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഏതായാലും ശിക്ഷാവിധി തിങ്കളാഴ്ചയാണ്. എന്താകും, പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.